നീർനായ കടിക്കുകയായിരുന്നു. തുടർന്ന് ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും വൈകിട്ടോടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഹൃദയാഘാതമാകാം മരണകാരണമെന്നാണ് നിഗമനം. കൊല്ലം കടക്കൽ മാർക്കറ്റിന് സമീപം 50-കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുതുക്കോട് സ്വദേശി സലീമിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇറച്ചി വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഇടുക്കി മൂന്നാറിൽ ഇറങ്ങിയ പുലിക്കായി നിരീക്ഷണം ശക്തമാക്കി വനംവകുപ്പ്. പഴയ മൂന്നാറിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് വനംവകുപ്പിന്റെ നടപടി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പഴയ മൂന്നാർ KDSP ക്ലബ്ബ് ഭാഗത്ത് പുലിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. നാട്ടുകാർ 2 തവണ പുലിയെ നേരിൽ കണ്ടു. തുടർന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. പിന്നാലെ വനംവകുപ്പ് മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. മൂന്നാർ RRT, പെട്ടിമുടി RRT എന്നിവരുടെ നേതൃത്വത്തിൽ സംയുക്തമായി രാത്രികാലത്തും പരിശോധന തുടർന്നു വരുന്നുണ്ട്. ഇതോടൊപ്പമാണ് പുലിയെ കണ്ടെത്തുന്നതിനായി പ്രദേശത്ത് ക്യാമറ ട്രാപ്പ് സ്ഥാപിക്കുവാൻ വനവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. രാത്രികാല പരിശോധനയും ഇതോടൊപ്പം തുടരും. രാത്രികാലങ്ങളിൽ പൂർണ്ണമായിട്ടും RRT ടീം അവിടെ പരിശോധന നടത്തുന്നുണ്ട്. നമ്മളിപ്പം ക്യാമറ ട്രാപ്പ് ഉടൻ തന്നെ വെക്കാനുള്ള തീരുമാനം മേലുദ്യോഗസ്ഥർ എടുത്തിട്ടുണ്ട്. അപ്പം 2-3 ദിവസങ്ങളിലെ ക്യാമറ ട്രാപ്പ് അവിടെ വെക്കും. കാറ്റൽ ലിഫ്റ്റിംഗിന്റെ